ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता विशाखान्वितंश्च ये कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका राधाकाननमोस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी प्रभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिने नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर देवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। नष्टप्रायेषु भद्रेषु नित्यं भागवतसेवा भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं मुखं करोति वाचालं भङ्गुं लङ्घायते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दिनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं योऽन्तः प्रविश्य मम वाचं मां प्रसूक्तां सञ्जीवयति अखिलशक्तिधरस्वधाम्नां अन्यां च हस्तचरणश्रवणत्वगादीन् प्रणाम नमो भगवते पुरुषाय तुभ्यम्। जयदं सुहृदो पङ्गोर्मम मन्दमतिर्गति सर्वस्य पादाम्बुजो राधामदनमोहनं तमादिदेवं करुणानिधानं तमालवर्णं सुहृदावतारम् अपार संसार समुद्र सेतुं भजामहे भागवतस्वरूपं परमानन्दपाठाय प्रेमवर्षीयक्षराय दे सर्वदा सर्वसेव्याय श्रीकृष्णाय नमोस्तुमे। गुरुवे गौरचन्द्राय राधिकाय तदालये कृष्णाय कृष्णभक्ताय तद्भक्ताय नमो नमः। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്ത്. സോ എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഇന്ന് നമ്മൾ ഭാഗവതം പ്രഥമസ്കന്ധം 18-ാമത്തെ അധ്യായം 13-ാമത്തെ ശ്ലോകം മുതൽക്കാണ് വായിക്കുന്നത്. തുല്യമാലവേനാപി നാ സ്വർഗം നാപ്നുർഭവം നാ പുനർഭവം ഭഗവത് സംഗീസംഗസ്യ മർത്യാനാം കിം ഉദാശിസാ. തുല്യമാലവേനാപി ന സ്വർഗം ന പുനർഭവം ഭഗവത് സംഗീസംഗസ്യ മർത്യാനാം കിം ഉദാശിഷാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 13. തുലയാമലവേന സ്വർഗം ന പുനർഭവം ഭഗവത് സംഗീസംഗസ്യമർത്യാനാം കിമുദാശിഷ. വിവർത്തനം ആൻഡ് ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം: ഭഗവത് ഭക്തരുമായുള്ള ക്ഷണനേരത്തെ സംസർഗത്തെ സ്വർഗപ്രാപ്തിയുമായോ ഭൗതിക വസ്തുക്കളിൽ നിന്നുള്ള മോചനത്തോട് പോലുമോ താരതമ്യം ചെയ്യുക അസാധ്യമാണ്. എന്നിരിക്കെ മൃത്യുവിനെ വിവക്ഷിക്കുന്ന പ്രാപഞ്ചിക അനുഗ്രഹങ്ങളായ ഭൗതിക സമൃദ്ധിയെ കുറിച്ച് എന്തു പറയാനാണ്? ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്. Thank you, Mataji. The value of a moment's association with the devotee of the Lord cannot even be compared to the attainment of heavenly planets or liberation from matter. And what to speak of worldly benedictions in the form of material prosperity, which are for those who are meant for death. എന്താണ് പറയുന്നത് ഇവിടെ? വാല്യൂ ഓഫ് മോമെന്റ്സ് അസോസിയേഷൻ വിത്ത് ദ ഡിവോട്ടീസ് ഓഫ് ദ ലോർഡ്. അതായത് ഭക്തന്മാരുടെ ആ സംസർഗം, ആ അസോസിയേഷൻ, ആ സത്സംഗം, അതിനോട് ഒന്നിനെയും തുല്യപ്പെടുത്താൻ പറ്റില്ല, താരതമ്യപ്പെടുത്താൻ പറ്റില്ല. നമ്മൾ ഉപരിലോകങ്ങളിൽ, സ്വർഗലോകങ്ങളിൽ പോകുന്നതും ഈ ഭൗതിക തലത്തിൽ നിന്ന് മുക്തി കിട്ടുന്നതും പിന്നെ ഭൗതിക തലത്തിൽ ഒരുപാട് ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നു, ഒന്നിനും കൊണ്ടും നമ്മുടെ ഭക്തന്മാരുടെ അസോസിയേഷനെ
കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ബാക്കിയെല്ലാം എന്താണ്, ഡെത്ത്. ഇതിനെല്ലാം ഡെത്ത് പറഞ്ഞാൽ ഇതെല്ലാം അവസാനമുണ്ട്, അന്ത്യമുണ്ട്. നമ്മൾ ശരീരം വെടിഞ്ഞാൽ മുക്തി കിട്ടിയിട്ടില്ലെങ്കിൽ, അതായത് ലിബറേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ വീണ്ടും വേറെ ശരീരം ധരിക്കേണ്ടി വരും. നമുക്കിപ്പോ നല്ല സ്വത്തുണ്ട്, സമ്പത്തുണ്ട്, ഒരുപാട് ഐശ്വര്യങ്ങളുണ്ട്. ഇതെല്ലാം ഈ ശരീരത്തോടുകൂടി തന്നെ നശിക്കും. ഡെത്ത് വിൽ ഫിനിഷ് എവറിഥിങ്, ഡിസ്ട്രോയ് എവറിഥിങ്. എല്ലാം നമ്മളുടെ ഈ ജന്മത്തിലുള്ള എല്ലാം നശിപ്പിക്കും. അപ്പോൾ ഭഗവാന്റെ ഭക്തന്മാരോടുള്ള അസോസിയേഷനാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതിനോട് ഈ നമ്മളുടെ ഭൗതിക തലത്തിലുള്ള ലിബറേഷനും ഉപരിലോകങ്ങളിൽ, സ്വർഗലോകങ്ങളിൽ പോയിട്ട് ആസ്വദിക്കുന്നതും. ഹരേ കൃഷ്ണ പ്രഭുജി, കേൾക്കുന്നില്ല? ഹരേ കൃഷ്ണ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഇത് ഒന്നും നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റില്ല. ദുർലഭോ മാനുഷ്യോ ദേഹിനാം ക്ഷണഭംഗുര തത്രാപി ദുർലഭം മന്യേ വൈകുണ്ഠപ്രിയ ദർശനം എന്നാണ് പറയുന്നത്. നമുക്ക് ഈ മനുഷ്യജന്മം കിട്ടുന്നത് വളരെ വളരെ ദുർലഭമാണ്. കാരണം 84 ലക്ഷം സ്പീഷീസ് ഉണ്ട് അല്ലേ? അതിൽ കൂടെ ഒരുപാട് തവണ നമ്മൾ ജനിച്ച് മരിച്ച് കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. അവസാനമാണ് നമുക്ക് ഈ ശ്രേഷ്ഠമായിട്ടുള്ള മനുഷ്യ ശരീരം കിട്ടിയത്. അതിനേക്കാളും എത്രയോ മഹത്വമുള്ളതാണ് വൈകുണ്ഠ പ്രിയദർശനം. എന്താണ് വൈകുണ്ഠ പ്രിയദർശനം എന്ന് പറഞ്ഞാൽ? എന്താണ് വൈകുണ്ഠ പ്രിയദർശനം എന്ന് പറഞ്ഞാൽ? ആർക്കാ പറയാൻ പറ്റുക? ഭക്തന്മാരുടെ അസോസിയേഷൻ. വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ അവിടെ ഭഗവാൻ, വൈകുണ്ഠന്റെ പ്രിയപ്പെട്ടവരായിട്ടുള്ള ഭക്തന്മാരുടെ അസോസിയേഷൻ. ഈ ദേഹം കിട്ടിയിട്ടുണ്ട്, ദേഹിനാം ക്ഷണഭംഗുര. ഈ ദേഹം ഓരോ നിമിഷത്തിലും അത് ക്ഷയിച്ചുകൊണ്ടേയിരിക്കും. ഇതിന് യാതൊരു ഗ്യാരണ്ടി ഇല്ല. ഇതേപോലെ ആയിരിക്കില്ല നാളെ, 10 മാസം കഴിഞ്ഞാൽ, 10 കൊല്ലം കഴിഞ്ഞാൽ ഇതിങ്ങനെ ക്ഷയിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഡിവോട്ടി അസോസിയേഷൻ ഒരിക്കലും ക്ഷയിക്കില്ല. അതിൻ്റെ ആ ഒരു സ്പിരിച്വൽ പൈറ്റി, ഡിവോട്ടീസ് അസോസിയേഷൻ്റെ സ്പിരിച്വൽ പൈറ്റി എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ മനുഷ്യജന്മം കിട്ടുക തന്നെ വളരെ വളരെ വിരളമായിട്ടാണ്. 84 ലക്ഷം യോനികളിലൂടെ പലതവണ കടന്നു പോയിട്ടാണ് നമുക്ക് അവസാനം ഈ മനുഷ്യജന്മം കിട്ടുന്നത്. എന്നിട്ട് ആ മനുഷ്യജന്മം വളരെ വിരളമാണ്. അതിലും വിരളമാണ് ഭക്തന്മാരുടെ സംഘം കിട്ടുക എന്ന് പറയുന്നത്. അപ്പൊ അതന്നെ ഇവിടെയും പറയുന്നത്, ആ ഭക്തന്മാരുടെ ആ ഒരു സംഘം ലവമാത്ര സംഘം മതി. ഇവിടെ പറയുന്നുണ്ട്, എന്താണ് പറയുന്നത്? ലവേന, ബൈ മോമെന്റ്. ആക്ച്വലി ലവ എന്ന് പറഞ്ഞാൽ 1/11th ഓഫ് എ സെക്കൻഡ്. അപ്പോൾ ജനറലി പറയുമ്പോൾ ഒരു മോമെന്റ്, ഒരു നിമിഷത്തിലെ ഒരു സംഘം. അത്രയും വിലപ്പെടുക, അത് മതി നമ്മളുടെ ജീവിതത്തിനെ മാറ്റിമറിക്കാൻ. ദേഹിനാം ക്ഷണഭംഗുര തത്രാപി ദുർലഭം മന്യേ. അതിലും വളരെ വിരളമായിട്ടാണ് വൈകുണ്ഠ പ്രിയദർശനം. അതായത് വൈകുണ്ഠനാഥന്റെ ഭക്തന്മാരായിട്ടുള്ള ആ ഒരു അസോസിയേഷനും അതിലും ദുർലഭമാണ്. ഇവിടെ നമുക്ക് എത്ര സമ്പത്തുണ്ടായാലും ശരി, എത്ര എസ്റ്റേറ്റ് ഉണ്ടായാലും ശരി, വലിയ വലിയ ബംഗ്ലാവും കാറും കോപ്പൊക്കെ ഉണ്ടായാലും ശരി, അതെല്ലാം താൽക്കാലികമായിട്ടുള്ള സന്തോഷം നമുക്ക് തരുന്നത് മാത്രമേ ഉള്ളൂ. അതൊന്നും പെർമനന്റ് അല്ല. കുറച്ച് നേരത്തിന് നമ്മൾ ക്ഷണികമായിട്ടുള്ള കുറച്ച് ഒരു സന്തോഷം, ഒരു സെൻസ് എൻജോയ്മെന്റ്. പക്ഷെ പെർമനന്റ് ആയിട്ടുള്ള ആ ഒരു ബ്ലിസ്, ആനന്ദം എപ്പോഴും എറ്റേണലി നമ്മൾ ബ്ലിസ്ഫുൾ ആയിരിക്കുക ഭഗവാനും ഭഗവാന്റെ ഭക്തന്മാരായിട്ടും സമ്പർക്കത്തിൽ വരുമ്പോൾ. അത് എന്നേക്കുണ്ട് അല്ലേ? അപ്പൊ അതെന്നും കിട്ടുന്നതാണ്. സ്വല്പം അപ്യസ്യ ധർമ്മസ്യ ത്രായത്തെ മഹതോഭയ. സ്വല്പം അപ്യസ്യം, കുറച്ച് ഡിവോഷണൽ ആക്ടിവിറ്റീസ് മതി, അതെപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. ഒരു നല്ലൊരു ധനികനുണ്ടായിരുന്നു. അദ്ദേഹം ധനികനായിട്ടും അവനവൻ്റെ കാര്യങ്ങൾക്കും ഡിവോഷണൽ ആക്ടിവിറ്റീസിനും മറ്റുള്ളവരെ സഹായിക്കാനും ഈ ധനം ഉപയോഗിക്കില്ല. അവനവൻ്റെ സ്വന്തം കാര്യങ്ങൾക്ക് കൂടിയും ആ ധനം ചെലവഴിക്കാൻ അദ്ദേഹത്തിന് പിശുക്കത്തരം ഉണ്ടായിരുന്നു, ലുബ്ധനായിരുന്നു. അതിൻ്റെ പുറമെ കുറച്ച് സിൻഫുൾ ആക്ടിവിറ്റീസും ചെയ്യുമായിരുന്നു. പക്ഷെ ഒരുപാട് ധനമുണ്ട്, ആർക്കും കൊടുക്കില്ല, സ്വന്തം ഉപയോഗിക്കില്ല. അങ്ങനെ അത് കൂട്ടി വെക്കും, അക്യുമുലേറ്റ് ചെയ്ത് വെക്കും. ഇപ്പോൾ അദ്ദേഹത്തിന് വയസ്സായ സമയമായി പോകാനുള്ളത്. അപ്പോൾ ഒരു സാധു വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇത്രയും കാലം ലുബ്ധന്റെ ഒരു ജീവിതമാണ് നയിച്ചത്, ഇനിയെങ്കിലും ഒന്ന് മാറണം. ഓക്കെ, അതുകൊണ്ട് ഒരു ഭക്തനായിട്ട് അറ്റ്ലീസ്റ്റ് ഭക്തനാവാൻ ശ്രമിക്കാൻ തുളസി മഹാറാണിയെ പൂജിക്കാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്നും തുളസിക്ക് വെള്ളം ഒഴിക്കുക,
വലം വയ്ക്കുക. അങ്ങനെ അങ്ങനെ കുറച്ചു കാലം ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു മനസ്സിന്റെയും ആ ചേതനയുടെയും വ്യത്യാസം, ഇമ്പ്രൂവ്മെന്റ്, പ്രോഗ്രസ് കണ്ടു തുടങ്ങി അദ്ദേഹത്തിന് തന്നെ. ആ ചീത്ത സ്വഭാവം മാറി. തുളസി ഇല്ലാണ്ട് തുളസിയുടെ അത്രയും അറ്റാച്ച്മെന്റ് വന്നു. അങ്ങനെ അറ്റാച്ച്മെന്റ് വന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ സമയമായി ഇവിടുന്ന് ഈ ദേഹം വിട്ടു പോകുന്നത്. അപ്പൊ ആരാ വരിക? വെച്ചാൽ ലുബ്ധനാണ്, കുറച്ചൊക്കെ സിൻഫുൾ ആക്ടിവിറ്റീസ്, പാപകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ വ്യക്തികളെ കൊണ്ടുപോകാൻ ആരാ വരിക? സാധാരണ ആരാ വരിക? യമലോകത്ത് നിന്ന് ആരാ? യമദൂതന്മാർ വരും അല്ലേ? യമദൂതന്മാർ വരും. അപ്പൊ അങ്ങനെ യമദൂതനോട് വന്ന സമയത്ത് അദ്ദേഹം തുളസിയെ കെട്ടിപ്പിടിച്ചു. തുളസിയെ വിടുന്നില്ല. അപ്പൊ തുളസി എന്ന് പറഞ്ഞാൽ ഒരു ശുദ്ധ ഭക്തിയാണ്, ഭഗവാന്റെ ഏറ്റവും അടുത്തുള്ള ഭക്തിയാണ് തുളസി. തുളസിയെ മാത്രം വിടുന്നില്ല. തുളസി വിടാതെ ഇദ്ദേഹത്തിന് ഒറ്റയ്ക്ക് കൊണ്ടുപോകാനും പറ്റില്ല. തുളസിയും നരകത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. തുളസിയെ മാത്രം ഇദ്ദേഹം വിടുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി തുളസി ഭഗവാന് വേണ്ടപ്പെട്ടതാണ്. തുളസി ഞാൻ ശരണം പ്രാപിച്ചാൽ എനിക്ക് എങ്ങനെയാണ് ഇവിടുന്ന് രക്ഷപ്പെടാം യമദൂതന്മാരുടെ കയ്യിൽ നിന്ന്. അപ്പോൾ യമദൂതന്മാരാകെ പെർപ്ലക്സ് ആയി, എന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ യമദൂതന്മാര് യമരാജാവിനോട് പറഞ്ഞു, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഈ ആത്മാവിനെ കൊണ്ടുവരാൻ പറ്റില്ല, കാരണം തുളസി വിടുന്നില്ല. തുളസി ഞങ്ങൾക്ക് എങ്ങനെ നരകത്തിൽ കൊണ്ടുപോകാൻ പറ്റുക? അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ യമരാജ്യം ആകെ പെർപ്ലക്സ്ഡ് ആയി, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. അപ്പൊ അദ്ദേഹം ചെന്ന് നേരെ ബ്രഹ്മാവിനോട് പറഞ്ഞു. ഇദ്ദേഹത്തിന് തുളസി എടുത്ത് കൂട്ടിക്കൊണ്ടേ ബ്രഹ്മലോകത്തിലേക്ക് പോയി. ബ്രഹ്മലോകത്തിൽ ബ്രഹ്മാവിനോട് പറഞ്ഞു, ഇങ്ങനത്തെ സമസ്യ, ഒരു പ്രശ്നമുണ്ട്, എന്താ ചെയ്യേണ്ടത്? അപ്പൊ ബ്രഹ്മാവും പറഞ്ഞു, തുളസിയെന്ന് വേർപിടിപ്പിക്കാൻ നിർബന്ധിച്ചിട്ട് നമുക്ക് വേർപിടിക്കാൻ പറ്റില്ല, കാണിച്ചാൽ തുളസിയെ മുറുക്കി പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് യമലോകത്തിലേക്ക്, നരകത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അദ്ദേഹത്തിന് പറ്റി. അപ്പൊ ഒന്ന് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ശിവഭഗവാനോട് ചോദിക്കാം. അങ്ങനെ ശിവഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ ശിവഭഗവാനും പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി ഫൈനൽ അതോറിറ്റി ആരാണ്? വിഷ്ണു. വിഷ്ണുവിൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കാൻ പറ്റും. വിഷ്ണുവിൻ്റെ അടുത്ത് ഇവരെല്ലാവരും, ബ്രഹ്മാവും ശിവനും ഈ വ്യക്തിയും, അതായത് ഈ ലുബ്ധനായിട്ടുള്ള വ്യക്തിയും തുളസി മഹാറാണിയെ പിടിച്ചിട്ട് അവിടെ കൊണ്ടുപോയി വിഷ്ണു ലോകത്തിൽ പറഞ്ഞു. അവിടെ ചെന്ന് വിഷ്ണു പറഞ്ഞു, എന്തായാലും ഇദ്ദേഹത്തിനെ ഇവിടെ വിട്ടുപോക്കോളൂ, തിരിച്ചു കൊണ്ടുപോകണ്ട. കാരണം ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ആരാണോ നമ്മുടെ ഭഗവത് ധാമിൽ എത്തിയിരിക്കുന്നത് അവർ തിരിച്ചു വരില്ല അല്ലേ? യത് ഗത്വാൻ അനുവർത്തന്റെ തദ്ധാമ പരമമോ. അപ്പോൾ ഈവൺ ഒരു ലവമാത്ര അസോസിയേഷൻ ഉണ്ടായാൽ പോലും നമുക്ക്, അതായത് എത്ര തന്നെ പാപം ചെയ്ത ആൾക്കാരും ആ ഭക്തരുടെ അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മുക്തി കിട്ടും. അങ്ങനെ അദ്ദേഹത്തിനെ അവിടെ വൈകുണ്ഠത്തിൽ, അപ്പൊ അദ്ദേഹത്തിന്റെ പാപകർമ്മങ്ങളെല്ലാം ഈ ചെറിയൊരു അസോസിയേഷൻ, പ്യൂർ ഡിവോട്ടിയുടെ, ആരാണ് പ്യൂർ ഡിവോട്ടി അവിടെ? തുളസി മഹാറാണി. അപ്പൊ ആ ഒരു അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിന് നരകത്തിൽ പോകേണ്ടി വന്നില്ല, നേരെ ലിബറേഷൻ കിട്ടി. ഇന്ന് എന്താ പഠിക്കുന്നത്? അസോസിയേഷന്റെ ആ ഒരു ഇമ്പോർട്ടൻസ്, സത്സംഗത്തിന്റെ ഇമ്പോർട്ടൻസ് അല്ലെ? സാധുസംഘ സാധുസംഘ സർവശാസ്ത്രക്കോയി ലവമാത്ര സാധുസംഘ സർവസിദ്ധികോയി. ലവമാത്ര സാധുസംഘ കംപ്ലീറ്റ് പെർഫെക്ഷൻ ആയ അജാമിനുടെ കഥ നമുക്കറിയാം. നല്ലൊരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച് നന്നായിട്ട് ഡിവോഷണൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരു ബ്രാഹ്മണൻ, പിന്നീട് നിർഭാഗ്യവശാൽ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള ഒരു കണക്ഷനിൽ അദ്ദേഹം എല്ലാം നിർത്തിവെച്ചു, പാപകർമ്മങ്ങൾ കേട്ടു. വീണ്ടും അദ്ദേഹം തൻ്റെ മകന് ഒരു സാധുവിൻ്റെ നിർദ്ദേശപ്രകാരം നാരായണൻ എന്ന് പേരിടാൻ ഒരു കാരണമായതും, ആ മകൻ നാരായണനെ വിളിച്ചതും, മകനും നാരായണൻ എന്നുള്ള പേരുള്ള ഭഗവാനും തമ്മിലുള്ള യാതൊരു വ്യത്യാസമില്ല, ഇതൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് ഭഗവാൻ തൻ്റെ മകൻ നാരായണനെ വിളിച്ചപ്പോൾ ഭഗവാൻ തന്നെ വിളിക്കുന്നു എന്നുള്ളതിൽ ആരെ പറഞ്ഞു വെച്ചു? വിഷ്ണുദൂതന്മാർ. സോ വിഷ്ണുദൂതന്മാരും യമദൂതന്മാരും തമ്മിലുള്ള തർക്കമായി അതിൽ ജയിച്ചത് ആരാണ്? വിഷ്ണുദൂതൻ. വീണ്ടും രണ്ടാമത്തെ ഒരു ചാൻസ്, ഒരവസരം കൊടുത്തു. എന്നിട്ട് ഇതെല്ലാം വിട്ട് തൻ്റെ തെറ്റുകളെ, ആ റിപ്പൻറ്റൻസ്, പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഹരിദ്വാറിൽ പോയി. ഹരിദ്വാറിൽ പോയിട്ട് 12 വർഷം അദ്ദേഹം തന്നെ ഭഗവത് സേവനം ചെയ്ത് അങ്ങനെ നവവിധ ഭക്തിയിലൂടെ വീണ്ടും പ്യൂരിഫൈ ചെയ്തിട്ട് എവിടെ പോയി? ആധ്യാത്മിക ലോകത്തിൽ പോകാൻ പറ്റും. ഇതൊക്കെ അസോസിയേഷന്റെ ആ ഒരു ഗുണമാണ് പറയുന്നത്. ഇതന്നെ ഇവിടെ പറയുന്നത് വാല്യൂ ഓഫ് മൊമെന്റ്സ് അസോസിയേഷൻ. ലവമാത്രം,
അത് മതി. നമ്മളുടെ ഒരു ജീവിതം തെറ്റായിട്ടുള്ള ഒരു ജീവിതം മാറി മറിയാൻ, ഒരു പുതിയ ഒരു വഴിത്തിരിവിലേക്ക് കൊണ്ടുപോകാൻ ഒരു സാധുവിന്റെ, ഒരു ശുദ്ധ ഭക്തന്റെ ഒരു ലെക്ചറിന് ഒരു വാക്ക് കിട്ടിയാൽ മതി. അല്ലെ, ഒറ്റ വാക്ക്, അതായിരിക്കും നമ്മളുടെ ഒരു ടേണിംഗ് പോയിന്റ്. അതിൽ നിന്ന് നമ്മൾ നമ്മുടെ പഴയ കാലത്തെ ആ ദുസ്വഭാവങ്ങളെല്ലാം മാറ്റി ഒരു പുതിയൊരു ഒരു ഭക്തനായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. മറ്റതൊക്കെ താൽക്കാലികമാണ്. വിച്ച് ആർ ഫോർ ദോസ് ഹു ആർ മെന്റ് ഫോർ ഡെത്ത്. ഓക്കെ, ജനന മരണ ചക്രത്തിലൂടെ പോകുന്ന ആൾക്കാർക്ക്, അവർക്ക് ചില ആൾക്കാർക്കൊക്കെ ലിബറേഷൻ ആയിരിക്കും വലുത്, അല്ലെങ്കിൽ സ്വർഗലോകത്തിൽ പോയിട്ട് കൂടുതൽ കൂടുതൽ ഭൗതിക തലത്തിൽ ആസ്വദിക്കാൻ. ഇതൊക്കെ ഒരു അന്ത്യമുണ്ട്, ഇതൊരു അവസാനമുണ്ട്, ഇതല്ല എറ്റേണല്. പക്ഷെ നമുക്ക് കിട്ടുന്ന ആ ഒരു ഡിവോട്ടി അസോസിയേഷൻ, ഈവൺ ഒരു സെക്കൻഡ് ആയിക്കോട്ടെ, ഒരു മിനിറ്റ് ആയിക്കോട്ടെ, അത് നമ്മളുടെ ആ ഒരു ഡിവോഷണൽ പ്രോഗ്രസ്സിലേക്ക് ഒരു വഴിയായി മാറും എന്നാണ് പറയുന്നത്. So when there are some similar points, it is possible to compare one thing to another. One cannot compare the association of pure devotee to anything material. അപ്പോൾ ഒരു ഭക്തനുമായിട്ടുള്ള ഒരു സംസർഗം, ഒരു സമ്പർക്കം, അത് ഭൗതിക തലത്തിലെ ഒന്നിനോടും നമുക്ക് സമാനമായിട്ട് തുല്യപ്പെടുത്താൻ പറ്റില്ല. Men who are addicted to material happiness aspire to reach the heavenly planets like the moon, Venus, and Indraloka, and those who are advanced in material philosophical speculations aspire after liberation from all material bondage. ഭൗതിക തലത്തില് സന്തോഷം ആഗ്രഹിക്കുന്ന ആൾക്കാരെ അവരെന്താണ് ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസ് ചെയ്തിട്ട്, കർമ്മകാണ്ഡത്തിലെ ആ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഉപരിതലത്തിലുള്ള സ്വർഗലോകങ്ങളിലെ എവിടേക്കാണ് ഇവിടെ പറയുന്നത്? മൂൺ, ചന്ദ്രലോകം, വീനസ്, ശുക്രന്റെ ലോകം, ഇന്ദ്രലോകം, സ്വർഗലോകം, ഇങ്ങനത്തെ സ്ഥലത്ത് പോയാൽ അന്ന് കൂടുതൽ കൂടുതൽ ഭൗതിക തലത്തിലുള്ള ആസ്വാദനം കിട്ടും. മിസറീസ് കുറവാണ്. നമ്മൾ മുകളിൽ പോകുന്നതോറും മിസറീസ് കുറയും, ലൈഫ് സ്പാൻ കൂടും, ആസ്വാദനം കൂടും. ഇവിടെ എന്താണ്? ലൈഫ് സ്പാൻ കുറവാണ്, മിസറീസ് ആൻഡ് ഹാപ്പിനെസ് ഇടകലർന്ന് വരുന്നു. അവനവന്റെ കർമ്മഫലം അനുസരിച്ച് ചില ആൾക്കാർക്ക് കുറച്ച് കൂടുതൽ സന്തോഷം, കുറച്ച് ദുഃഖമായിരിക്കും. ചില ആൾക്കാർക്ക് കൂടുതൽ ദുഃഖം, കുറച്ച് സന്തോഷം. എന്തായാലും ഇത് ഇടകലർന്ന് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഒരു എറ്റേണൽ സൊല്യൂഷൻ അല്ല. നമുക്ക് തീർച്ചയായിട്ടും അവിടേക്ക് പോകണം, എവിടേക്ക്? ഒരിക്കലും നമുക്ക് ക്ലേശങ്ങളില്ലാത്ത സ്ഥലത്തേക്ക്. അപ്പോൾ വീണ്ടും വീണ്ടും മായാദേവി നമ്മുടെ ലെഫ്റ്റ്, റൈറ്റ് ആൻഡ് സെന്റർ പണിഷ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു വീണ്ടും വിചാരം വരും, എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം. അങ്ങനെയാണ് നമ്മൾ ഈ ഭക്തിമാർഗത്തിലേക്ക് വരുന്നത്. അങ്ങനെ ഭക്തിമാർഗത്തിൽ വരുമ്പോൾ അതിലൂടെ നമ്മുടെ പ്യൂരിഫിക്കേഷൻ നടക്കുന്നു. അങ്ങനെ പ്യൂരിഫൈ ആയിട്ട് നമുക്ക് ഭഗവത്ധാമിൽ പോകാൻ പറ്റും. അപ്പോൾ മെയിനായിട്ട് സത്സംഗം, ഭക്തന്മാരുടെ സംഘമാണ്, അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതിലൂടെ നമ്മളുടെ പ്യൂരിഫിക്കേഷൻ വളരെ പെട്ടെന്ന് നടക്കുകയും ചെയ്യും. So when one becomes frustrated with all kinds of material advancement, one desires the opposite type of liberation, which is called apunarbhava. അപ്പോൾ പ്രഭുപാദ ഒരു പർപ്പോട്ടിൽ പറയുന്നൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രേസ് ആണ്. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ഭൗതിക ലോകത്തും വിട്ടിട്ട് ആധ്യാത്മിക ലോകത്തിലേക്ക് പോകാൻ ശ്രമിക്കാത്തത്? കാരണം പറയുന്നത് വൈ വി ആർ നോട്ട് ഈവൻ ട്രൈങ്. കാരണം വി ആർ നോട്ട് അഡിക്വേറ്റ്ലി ഫ്രസ്ട്രേറ്റഡ് ഇൻ ദിസ് മെറ്റീരിയൽ വേൾഡ്. ഈ ഭൗതിക ലോകത്തില് നമ്മൾ അത്രയും ക്ലേശങ്ങൾ അനുഭവിച്ച് ജീവിക്കാത്തത് കൊണ്ടാണ്. കൂടുതൽ ക്ലേശങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഇതിനൊന്നൊരു വേറൊരു പ്രതിവിധി അന്വേഷിക്കുള്ളൂ. എങ്ങനെയും ഇതിന്ന് കര കയറണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുള്ളൂ. നമുക്കെല്ലാം കംഫർട്ടബിൾ ആണ്, റൊട്ടി കപ്പട മക്കാനൊക്കെ യാതൊരു പ്രശ്നമില്ല. അത്യാവശ്യം നമുക്ക് സൊസൈറ്റിയിൽ പേരും പ്രതാപവും പ്രശസ്തിയും ഇൻഫ്ലുവൻസും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഭഗവാനെ പറ്റി ചിന്തിക്കുകയോ ഭഗവാന്റെ ഭക്തന്മാരെ പറ്റി ചിന്തിക്കുകയോ മുക്തിയെ പറ്റി ചിന്തിക്കില്ല. അപ്പോൾ നമ്മൾ അഡിക്വേറ്റ്ലി ഇവിടെ ഫ്രസ്ട്രേറ്റഡ് അല്ല. അതാണ് ഇവിടെ പറയുന്നത്. വെൻ വൺ ബിക്കംസ് ഫ്രസ്ട്രേറ്റഡ് വിത്ത് ഓൾ കൈൻഡ്സ് ഓഫ് മെറ്റീരിയൽ അഡ്വാൻസ്മെന്റ്. ഇത്രയൊക്കെ മെറ്റീരിയൽ അഡ്വാൻസ്മെന്റ് ഉണ്ടായിട്ടും നമുക്കൊരു ശാന്തി, സമാധാനം, സന്തോഷമില്ല. ചില ആൾക്കാർ പറയും ഇഷ്ടംപോലെ പൈസ ഉണ്ട്, ബംഗ്ലാവുണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ മനസ്സിന് ശാന്തിയില്ല. എന്താണ് മനസ്സിന് ശാന്തിയില്ല പറഞ്ഞാൽ നമ്മുടെ ആത്മാവിന് ശാന്തിയില്ല. ആത്മാവ് അതിന് ടോട്ടലി ഈ ഭൗതിക തലത്തിലെ വിഷയങ്ങളെ കൊണ്ട് ആവരണപ്പെട്ടിരിക്കുകയാണ്. ആത്മാവിന്റെ ശാന്തി എപ്പോഴാണ് കിട്ടുക?
ആത്മാവിന്റെ ഫുഡ് കിട്ടുമ്പോൾ. ആത്മാവിന്റെ ഫുഡ് എന്താണ്? ഭഗവത് ഭക്തി. അല്ലെ? മറ്റത് ശരീരത്തിന് മാത്രമേ ഉള്ളൂ. ശരീരത്തിന് നമുക്ക് നല്ല ഭക്ഷണം കിട്ടുമ്പോൾ, നല്ല കംഫർട്ടബിൾ ലൈഫ് കിട്ടുമ്പോൾ ശരീരത്തിന് മാത്രം, മാക്സിമം മനസ്സിനും ഒരു ചെറിയതുണ്ടായിരിക്കും. പക്ഷെ ആത്മാവിന്റെ ശാന്തി എന്താണ്? ഭഗവാനുമായിട്ടുള്ള ആ സമ്പർക്കം പുനഃസ്ഥാപിക്കുമ്പോൾ, ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ള സമ്പർക്കം പുനഃസ്ഥാപിക്കുമ്പോൾ. അപ്പൊ അങ്ങനെ നമ്മൾ ടോട്ടലി ഫ്രസ്ട്രേറ്റഡ് ആയാൽ മാത്രമാണ് നമ്മൾ പറയുന്നത് വൺ ഡിസൈഡ് ദ ഓപ്പോസിറ്റ് ടൈപ്പ് ഓഫ് ലിബറേഷൻ. ഈവൻ ലിബറേഷൻ, ഈ ഭൗതിക തലത്തിലുള്ള ആ ഒരു മുക്തിയില്ലേ, അതൊരു ഒളിച്ചോടലാണ്, ഒരു എസ്കേപ്പിസമാണ്. അപ്പൊ എന്താണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്? ആ പുനർഭവ, നോ റീബർത്ത്. അപ്പൊ ലിബറേഷൻ കിട്ടിയാലും കുറെ കാലത്തിന് ശേഷം വീണ്ടും ജനിക്കേണ്ടി വരും. കാരണം അവിടെ സർവീസ് ഇല്ല, സേവനമില്ല. സേവനത്തിന് വേണ്ടിയിട്ട് നമുക്ക് വൈകുണ്ഠത്തിൽ പോകണം, ആധ്യാത്മിക ലോകത്തിൽ പോകണം. അപ്പൊ അതുകൊണ്ട് വീണ്ടും നമ്മൾ ജനിച്ച് ഒരു ഭക്തനായിട്ട് മാത്രമേ നമുക്ക് ആ പുനർഭവ എന്നുള്ള ഇതിൽ വരാൻ പറ്റൂ. ഓക്കെ, അതായത് ഇവിടെ എന്താണ് പവർഗ? പവർഗ എന്ന് പറഞ്ഞാൽ പല ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ നമുക്ക് അപവർഗമാണ്, പപ്പാഭമ അല്ലെ, അതിൽ നിന്ന് ഓപ്പോസിറ്റ് ആയിട്ട് വേണം. അതാണ് ഇവിടെ ഓപ്പോസിറ്റ് ടൈപ്പ് ഓഫ് ലിബറേഷൻ. പവർഗ എന്ന് പറഞ്ഞാൽ ഈ മെറ്റീരിയൽ വേൾഡിൽ എൻജോയ്മെന്റ്, മറ്റൊന്ന് ഈ സോക്കോൾഡ് എൻജോയ്മെന്റിന് മുക്തി കിട്ടിയിട്ട് നമ്മൾ ഭഗവത് ധാമിൽ പോയിട്ട് ഭഗവാനെ സേവനം ചെയ്തിട്ട് ആനന്ദമയമായിട്ട് ജീവിക്കുക. അതാണ് അപവർഗ. ലിബറേഷൻ ഫ്രം ദിസ് മെറ്റീരിയൽ എക്സിസ്റ്റൻസ് ആൻഡ് സേവിങ് ദ സുപ്രീം ലോർഡ്. മറ്റേ ജ്ഞാനികളുടെ ലിബറേഷൻ അല്ല അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത് ഇവിടെ പറയുന്നത് ഓപ്പോസിറ്റ് ടൈപ്പ് ഓഫ് ലിബറേഷൻ, ജ്ഞാനികളുടെ ലിബറേഷൻ. മറ്റേ ശരിക്കുള്ള ലിബറേഷൻ എന്ന് പറഞ്ഞാൽ വൈഷ്ണവന്മാർ, ഡിവോട്ടീസ് ആഗ്രഹിക്കുന്നത് ജ്ഞാനികൾ ആഗ്രഹിക്കുന്ന ലിബറേഷൻ അല്ല. അവരുടെ ലിബറേഷൻ ബ്രഹ്മജ്യോതിയിൽ ലയിക്കുക എന്നുള്ളതാണ്. വൈഷ്ണവരുടെ ലിബറേഷൻ എന്ന് പറഞ്ഞാൽ ഭഗവത് ധാമിൽ പോയിട്ട് ഭഗവാനെ നിത്യന ജീവേര സ്വരൂപോഹേ കൃഷ്ണേര നിത്യദാസ്. ഇപ്പൊ ലിബറേഷൻ പറയുമ്പോൾ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് മനസ്സിലാക്കണം. ജ്ഞാനികളുടെ ലിബറേഷൻ പറഞ്ഞാൽ ബ്രഹ്മജ്യോതി, വൈഷ്ണവന്മാരുടെ ലിബറേഷൻ പറഞ്ഞാൽ ഭഗവത് ധാമിൽ പോയിട്ട് ഭഗവാനെ സേവിക്കുക. ആ വ്യത്യാസമാണ്. അപ്പോൾ അതാണ് വിച്ച് ഈസ് കോൾഡ് അപുനർഭവ ഓർ നോൻ. അതാണ് പറയുന്നത് ഭഗവാന്റെ ധാമിൽ പോയി കഴിഞ്ഞാൽ യത് ഗത്വ ന നിവർത്തന്തെ, അവിടെ പോയാൽ ഒരിക്കലും നമ്മൾ തിരിച്ചു വരേണ്ട ആവശ്യമില്ല. പിന്നൊരു പുനർജന്മമില്ല. വീണ്ടും ഈ ഭൗതിക ലോകത്തില് അത് ഗ്യാരണ്ടിയാണ് പറയുന്നത് അല്ലേ. ഭഗവാൻ ഭഗവത്ഗീതയിൽ പല പ്രാവശ്യം പറയുന്നുണ്ട്, എൻ്റെ ധാമിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഈ ഭൗതിക ലോകത്തിൽ ജനിക്കേണ്ടി വരില്ല. സോ അതാണ് വി ആർ ചെക്കിംഗ് ദ സൈക്കിൾ ഓഫ് ജന്മ മൃത്യു ജരാവ്യാധി ഈ വൈഷ്ണവ ടൈപ്പ് ഓഫ് ലിബറേഷനും കൊണ്ട്. മറ്റത് കംപ്ലീറ്റ് ചെക്ക് ചെയ്യുന്നില്ല, കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഇയേഴ്സോ വരുമ്പോൾ വീണ്ടും നമുക്ക് അവിടെ ഐഡിയലായിട്ടാണെന്ന്, ശാന്തിയുള്ളൂ, അവിടെ സേവനമില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സമയത്ത് സേവിക്കാനുള്ള ഒരു ആഗ്രഹം വരുമ്പോൾ വീണ്ടും നമുക്ക് വരേണ്ടി വരും. പക്ഷെ വീണ്ടും നമ്മൾ ഒരുപാട് ചക്രത്തിൽ കുഴപ്പം ആവശ്യമില്ല. നല്ലൊരു ഭക്തനായാൽ പിന്നെ വീണ്ടും നമുക്ക് ഭഗവത്ധാമിൽ പോകാൻ പറ്റും. So, but the pure devotees of the Lord do not aspire after the happiness obtained in the heavenly kingdom, nor do they aspire after liberation from material bondage. അപ്പോൾ ശുദ്ധഭക്തന്മാര് ഉപരിലോകങ്ങളിലെ സ്വർഗലോകങ്ങളിലുള്ള പോയിട്ടുള്ള ആസ്വാദനമല്ല, അത് മാത്രമല്ല ഈ ഭൗതിക തലത്തിലുള്ള ബന്ധനങ്ങളിലെ മുക്തിയല്ല അവർ ആഗ്രഹിക്കും. ഒരു ഭക്തൻ ആൾറെഡി മുക്തനാണ്. ഒരു ശുദ്ധഭക്തൻ ആൾറെഡി മുക്തനാണ്. അപ്പൊ ആ മുക്താവസ്ഥയിൽ മാത്രമാണ് നമുക്ക് ഭക്തിയുത സേവനം ചെയ്യാൻ പറ്റൂ, ശുദ്ധമായിട്ടുള്ളത്. ശുദ്ധ സാത്വിക് സ്റ്റേജിലാണ് യാതൊരു പ്രതീക്ഷകളും കൂടാതെ ഭഗവാനെ സേവിക്കാൻ പറ്റൂ. അപ്പോഴാണ് നമ്മൾ ആ തലത്തിലേക്ക് ജീവേര സ്വരൂപമായി കൃഷ്ണര നിത്യദാസ എന്ന തലത്തിലേക്ക് ഉയർത്തപ്പെടുന്നത്. ഇൻ അതർ വേർഡ്സ്, ഫോർ ദ പ്യൂർ ഡിവോട്ടീസ് ഓഫ് ദ ലോർഡ്, ദ മെറ്റീരിയൽ പ്ലഷേഴ്സ് ഒബ്റ്റൈനബിൾ ഇൻ ദ ഹെവൻലി പ്ലാനറ്റ്സ് ആർ ലൈക്ക് phantasmagoria. Okay, and because they are already liberated from all material conceptions of pleasures and distress, they are factually liberated even in the material world. അപ്പോൾ ഇവിടെ പറയുന്നത് ശുദ്ധഭക്തന്മാർക്ക്
ഈ മെറ്റീരിയൽ പ്രഷർ, അതായത് ഭൗതിക ആസ്വാദനങ്ങൾ, ഉപരിലോകങ്ങളില്, സ്വർഗലോകങ്ങള്, അത് ഒരു ഫാന്തസ്മഗോറിയ എന്ന് പറഞ്ഞാൽ ഒരു നോവൽറ്റി, അല്ലെങ്കിൽ ഒരു ഒരു ഭ്രമം, അത്രേ ഉള്ളൂ. ഞാൻ സുഖിക്കുന്നു ഇവിടെ, പക്ഷെ ആക്ച്വലി സുഖമാണോ? അല്ല. അവിടെയും ജന്മ മൃത്യു ജരവ്യാധിയുണ്ട്. അപ്പൊ അതൊരു വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. അത് ആക്ച്വലി എറ്റേണൽ അല്ല എന്നാണ് പറയുന്നത്. അവര് ആൾറെഡി ഈവൻ ഈ ലോകത്തില്, ഈ ഭൗതിക ലോകത്തില് പൂർണ്ണമായിട്ടും ലിബറേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഭക്തന്മാര്. പൂർണ്ണമായിട്ടും അവർക്ക് മെറ്റീരിയൽ കൺസെപ്ഷൻസും ഇല്ല, മെറ്റീരിയൽ പ്ലഷേഴ്സും ഡിസ്ട്രെസ്സും അവരെ ബാധിക്കില്ല. അവർ ദ്വന്ദ്വത്തിനും മീതെയാണ്. നിർമ്മാണമോഹ ജിതസംഗദോഷ അധ്യാത്മനിത്യ വിനിവൃത്ത കാമ ദ്വന്ദ്വേർ വിമുക്ത സുഖ ദുഃഖ സംജ്ഞ ഗച്ഛന്ത്യമൂഢ പദം അവ്യം തത്. ദ്വന്ദ്വേ വിമുക്ത, ദ്വന്ദ്വ വിമുക്തം, സുഖ ദുഃഖ, ജയം പരാജയം, അല്ലേ? ഹീറ്റ് ആൻഡ് കോൾഡ്, ഇതെല്ലാം എന്താണ്? ദ്വന്ദ്ങ്ങൾ. അപ്പൊ ഒരു ഡിവോട്ടിയെ, അതായത് മുക്തി ആർജിച്ചിട്ടില്ല, ഭൗതിക തലത്തിൽ നിന്ന് മുക്തി ആർജിച്ചിട്ടില്ല ഒരു ഡിവോട്ടിക്ക് പ്ലഷേഴ്സ് ആൻഡ് ഡിസ്ട്രെസ്, ഓക്കെ, ഗുഡ് ആൻഡ് ബാഡ്, ജയം പരാജയം ഒരു വ്യത്യാസമില്ലാതെ കാണാൻ പറ്റും. ഒരേപോലെ ന്യൂട്രലായിട്ട് നിൽക്കാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ഒരു ഡിവോട്ടിക്ക് ഈ ലൈഫ് ടൈം തന്നെ ഭഗവത്ധാമിൽ പോകാനുള്ള അവസരം ഭഗവാൻ ഒരുക്കി കൊടുക്കും. പണം ഒരുപാട് വരുമ്പോൾ അപ്പോഴും അഹങ്കരിക്കില്ല, ദുഃഖം വരുമ്പോൾ അപ്പോഴും വിഷമിക്കില്ല. ഒരു ന്യൂട്രലായിട്ട് ഈക്വിപ്പോയ്സായിട്ട് പോകുന്ന ഡിവോട്ടിയാണ് എന്നാണ് ഈ ദ്വന്ദ്വത്തിൽ നിന്ന് മീതെ കയറാൻ പറ്റും. ഗച്ഛന്തി അമൂഢ പദം അവ്യന്ത്. ഗച്ഛന്തി പറഞ്ഞാൽ കിട്ടും, ഒപ്റ്റെയിൻ. അമൂഢ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇന്റലിജന്റ് ക്ലാസ് ഓഫ് പീപ്പിൾ. മൂഢ പറഞ്ഞാൽ ഫൂളിഷ്, അമൂഢ പറഞ്ഞാൽ ഇന്റലിജന്റ്, നോട്ട് ഫൂളിഷ്. അങ്ങനത്തെ ആൾക്കാരെ എവിടെ എത്തും? അവർക്ക് എന്ത് ലഭിക്കും? പദം അവ്യയം തത്, അതായത് ഭഗവാന്റെ പദം, ഭഗവാന്റെ പാദത്തില് പാദസേവനം ചെയ്യാനുള്ള അവ്യയം, ഇൻഎക്സോസ്റ്റിബിൾ, നശിക്കാത്ത ആ ഭഗവത്ധാമിലേക്ക് പ്രവേശനം ലഭിക്കും. അതാണ് പറയുന്നത്. This means that the pure devotees of the Lord are engaged in a transcendental existence, namely in the loving service of the Lord, both in the material world and in the spiritual world. അപ്പോൾ ഡിവോട്ടീസ്, ശുദ്ധഭക്തന്മാർ എവിടെ തന്നെ ആയിക്കോട്ടെ, അവർ ഭൗതിക ലോകത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഈവൻ നരകത്തിലായിക്കോട്ടെ. നരകത്തില് ശുദ്ധഭക്തൻ ആരാണ് എക്സാമ്പിൾ? നരകത്തിലെ ഒരു ശുദ്ധഭക്തൻ ആരാണ്? അറിയില്ല. യമരാജാവ്, ധർമ്മരാജാവ് അല്ലേ? അദ്ദേഹം നരകത്തിലാണെങ്കിലും നരകത്തിലെ ആ നിയമങ്ങൾക്ക് വിധേയനാണോ? ഒരു ജയിൽ സൂപ്രിണ്ടന്റ് ഉണ്ട്, ഗവൺമെന്റ് ഓഫീസറാണ്. ആ ജയിലത്തെ നിയമങ്ങൾക്ക് വിധേയനാണോ ഈ ജയിൽ സൂപ്രിണ്ടന്റ്? അല്ല, ഗവൺമെന്റ് എംപ്ലോയി. ഗവൺമെന്റ് എംപ്ലോയി ആണ്. അവിടെ ഈ ജയിലത്തെ നിയമങ്ങൾക്ക് ആരെ ബാധിക്കുക? ജയിൽ പുള്ളികളെ, അല്ലേ? കുറ്റവാളികളെ. അവിടുത്തെ ഗവൺമെന്റ് ഓഫീസേഴ്സിനെ ഈ നിയമങ്ങൾ ബാധിക്കില്ല. അപ്പോ ഒരു ശുദ്ധഭക്തൻ ഈവൻ അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയാലും അവർക്ക് യാതൊരു പ്രശ്നമില്ല. അപ്പോൾ നരകത്തിലായാലും ശരി, ഈ ഭൂലോകത്തിൽ എവിടെയെങ്കിലും ശരി, സ്വർഗലോകത്തിലായാലും ശരി, അല്ലെങ്കിൽ ആധ്യാത്മിക ലോകത്തിലും ശരി, ശുദ്ധഭക്തന്മാരെ സംബന്ധിച്ചോളം അവർക്കൊരു പ്രശ്നമില്ല. അവർക്ക് ഒരേ ഒരു വിചാരമേ ഉള്ളൂ, അതായത് ഭഗവത് സേവനം. എവിടെ ചെന്നാലും ഭഗവാനെ സേവിക്കുക, അതിൽ തൃപ്തിപ്പെടുന്ന ആൾക്കാർ. അതുകൊണ്ട് ഭൗതിക തലത്തിലുള്ള ഒന്നും അവരെ അഡ്വേഴ്സ്ലി എഫക്റ്റ് ആവില്ല. അതാണ് ഇവിടെ പ്രഭാത ഒരു ആസ് എ ഗവൺമെന്റ് സർവന്റ് ഈസ് ഓൾവേസ് the same, either in the office or at home or at any place,
So a devotee has nothing to do with anything material or is exclusively engaged in the service of the Lord. ഒരു ഗവൺമെന്റ് ഓഫീസർ എവിടെയാണെങ്കിലും എല്ലാം സെയിം ആണ്. വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും വേറെ സ്ഥലത്താണ്. അതേപോലെ തന്നെ ഒരു ഭക്തൻ നരകത്തിലെ സേവനായാലും ശരി, സ്വർഗത്തിലെ സേവനായാലും ശരി, മറ്റുള്ള ഡൊമൈനിൽ സേവനം ചെയ്താലും ശരി, സ്പിരിച്വൽ വേൾഡിലായാലും ശരി, അവർക്ക് ഒരേ ഒരു ചിന്തയുള്ളൂ, ഭഗവാന്റെ സേവനം. അതുകൊണ്ട് എക്സ്റ്റേണൽ സർക്കംസ്റ്റൻസസ് ഈ ഭക്തനെ ബാധിക്കില്ല അഡ്വേഴ്സ്ലി. Since he has nothing to do with anything material, what pleasure can he derive from material benedictions like kingship or other overlordships, which are finished quickly with the end of the body? നേരത്തെ പറഞ്ഞ പോലെ ഈ ദേഹം വെടിയുന്ന സമയത്ത് എല്ലാം നമ്മൾ വിട്ടുപോകണം. അപ്പോൾ ഒരു ഭക്തനെ സംബന്ധിച്ചോളം എവിടെ തന്നെയായാലും ശരി, എല്ലാം കൊണ്ടുപോയാലും ശരി, കാണിച്ചാൽ അതിനോട് യാതൊരു അറ്റാച്ച്മെന്റും ഇല്ല. അപ്പൊ നമുക്കൊരു ആസക്തി ഒരു കാര്യത്തിനോട് ഉണ്ടെങ്കിൽ അത് വിട്ടുപോകുമ്പോൾ നമുക്ക് പ്രശ്നമുള്ളൂ അല്ലേ. ഒന്നിനോടും ആസക്തി ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താണ് പ്രശ്നം? ഭഗവാന്റെ സേവനത്തിലാണ് നമ്മളുടെ എല്ലാം, നമ്മുടെ ടാലൻസും നമ്മുടെ കഴിവുകളും നമ്മുടെ സമ്പത്തും ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ തരുന്നു, ഭഗവാൻ സമയമായി തിരിച്ചെടുക്കുന്നു. അതിനോട് നമ്മൾ ഒരു ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ കിട്ടിയാലും കുഴപ്പമില്ല, കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. കിട്ടിയാൽ ഭഗവാന്റെ സേവനം, കിട്ടിയില്ലെങ്കിലും അതേപോലെ. അതാണ് നമ്മുടെ ബോഡി നഷ്ടപ്പെടുന്ന സമയത്ത്, നമ്മൾ ഈ ബോഡി വിട്ടുപോകുന്ന സമയത്ത് നമ്മൾക്ക് ഒരു അറ്റാച്ച്മെന്റും ഇല്ലെങ്കിൽ, ഒന്നിനോടൊരു ആസക്തി ഇല്ലെങ്കിൽ നമുക്കൊരു വിഷമം ഉണ്ടാവില്ല. നമുക്ക് ഇപ്പോൾ നമ്മുടെ ഭാര്യ, ഭർത്താവ്, മക്കള്, അച്ഛനമ്മ, സ്വത്ത്, എസ്റ്റേറ്റ്, പേര്, പ്രശസ്തി, ഇതിനോടൊക്കെ ആസക്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ശരീരം വിട്ടു പോകുമ്പോൾ ഭയങ്കര വിഷമായിരിക്കും. നമ്മൾ വിട്ടു പോവല്ലേ. പക്ഷെ ഇതിനോട് ആസക്തി ഇല്ല. അതേസമയം ഇതെല്ലാം ഭഗവാന്റെ ഭക്തിയുത സേവനത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ അപ്പോൾ ഭഗവാന്റെ ആ കൃപാ കടാക്ഷം കൊണ്ട്, അനുഗ്രഹം കൊണ്ട് നമുക്ക് ഒരു അറ്റാച്ച്മെന്റും ഇല്ലാതെ ആ ഒരു പക്വതയിലേക്ക് ഉയരാൻ പറ്റും. സോ ഡിവോഷണൽ സർവീസ് ഇസ് എറ്റേണൽ. ഇറ്റ് ഹാസ് നോ എൻഡ് because it is spiritual. Therefore, since the assets of a pure devotee are completely different from material assets, there is no comparison between the two. അപ്പോൾ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഭക്തന്റെ അസറ്റ്സ് എന്താണ്? ഭക്തിയാണ്. ഭൗതിക തലത്തിലുള്ള നല്ല വീടും കാറും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസും അതൊന്നല്ല. ഒരു ഭക്തന്റെ ഒരു അസറ്റ് പറഞ്ഞാൽ ഭക്തി, അഹൈത്തുക്കി ഭക്തി, വിത്തൗട്ട് എനി എക്സ്പെക്ടേഷൻ, വിത്തൗട്ട് എനി മോട്ടിവേഷൻ. ആ ഒരു അഹൈത്തുക്കി ഭക്തിയാണ് ഭക്തന്റെ അസറ്റ്സ്. അപ്പൊ അതുകൊണ്ട് ഇതിന് നമുക്ക് ആ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ ഭൗതിക തലത്തിലെ ആസ്വാദനത്തിന് ഭക്തിയോട് തുലന ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. Suta Goswami was a pure devotee of the Lord, and therefore his association with the rishis, Naimisharanya, is unique. In the material world, association with gross materialists is veritably condemned. നമ്മുടെ സുത ഗോസ്വാമി ഒരു ശുദ്ധ ഭക്തനാണ്. അതുകൊണ്ട് അദ്ദേഹം കൊടുക്കുന്ന ആ ഒരു അസോസിയേഷൻ നൈമിശാരണ്യത്തിലെ ഋഷി അത് യുണീക്കാണ്. എല്ലാവർക്കും വീണ് കിട്ടുന്ന ഒരു ഇതല്ല. അതാണ് വ്യത്യാസം. എത്രയും ശുദ്ധ ഭക്തന്മാരുടെ ഒരു അസോസിയേഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. അതിനുള്ള സുഹൃതി നമുക്ക് വേണം. സുഹൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? പൈറ്റി. രണ്ട് തരത്തിലുള്ള സുഹൃതി ഉണ്ട്. ഒന്ന് മെറ്റീരിയൽ പൈറ്റി, ഒന്ന് സ്പിരിച്വൽ പൈറ്റി. നമുക്ക് ഏത് പൈറ്റിയാണ് വേണ്ടത്? സ്പിരിച്വൽ പൈറ്റി അല്ലേ. മെറ്റീരിയൽ പൈറ്റിയിലൊക്കെ എന്താണ്? നമുക്ക് ഒരുപാട് ഭൗതിക തലത്തിലുള്ള ആ ഒരു പ്രോഗ്രസ് കാണാൻ പറ്റും. സ്പിരിച്വൽ പൈറ്റി ഭൗതിക തലത്തിലുള്ള പ്രോഗ്രസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, ഭഗവാനായിട്ടുള്ള ആ ഒരു അറ്റാച്ച്മെന്റ്, ഒരു അഫിനിറ്റി, ഒരു സ്നേഹം, പ്രേമം, അത് പ്രോഗ്രസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ സൂത ഗോസ്വാമി നൈമിശാരണ്യത്തിലെ എല്ലാ സേജസിനും അദ്ദേഹത്തിന്റെ ആ ഒരു അസോസിയേഷൻ കൊണ്ട് അവർക്കെല്ലാം എന്തായി? പ്രോഗ്രസ്, ഡിവോഷണൽ ആക്ടിവിറ്റീസിൽ. അപ്പൊ അത് യൂണിക്കാണ്. അത് മറ്റുള്ള ഒരു പൈറ്റിയായിട്ട് നമുക്ക്, മെറ്റീരിയൽ പൈറ്റിയായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇൻ ദ മെറ്റീരിയൽ വേൾഡ്, association with gross materials is veritably condemned. The materialist is called Yoshit Sangi, or one who is much attached to material entanglement, women and other paraphernalia. Such attachment is conditioned because it drives away
the benedictions of life and prosperity. അപ്പൊ അങ്ങനെ അതൊരു അസത്സംഗമാണ് ആക്ച്വലി. മെറ്റീരിയലി ഗ്രോസ് മെറ്റീരിയലിസ്റ്റ് ആയിട്ടുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് അസത്സംഗമാണ്. അതാണ് ഇവിടെ പറയുന്നത്. Such attachment is conditioned because it drives away the benefits of life and prosperity. And just the opposite is Bhagavata Sangi. Bhagavata, okay? Person Bhagavata, book Bhagavata. Okay? നമുക്ക് രണ്ടും സംഘം ചെയ്യാം. അതായത് പുസ്തക ഭാഗവത, ബുക്ക് ഭാഗവത ആൻഡ് പേഴ്സൺ ഭാഗവത, ഇവർ രണ്ടുപേരായിട്ട് നമുക്ക് സത്സംഗം ചെയ്യാൻ പറ്റും അല്ലേ? നമുക്ക് അസോസിയേഷൻ ചെയ്യാൻ പറ്റും, നമുക്ക് അറ്റാച്ച്മെന്റ് കിട്ടും. So, one who is always in the association with the Lord's name form qualities etc. അതല്ലെങ്കിൽ ഭഗവാന്റെ തന്നെ നാമരൂപ ഗുണ ലീലകളായിട്ടുള്ള ആ ഒരു അസോസിയേഷൻ. Such association is always desirable, it is worshipable, it is praiseworthy and one may accept it as the highest goal of life. അപ്പോൾ എന്താണ് നമ്മുടെ highest goal of life എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ നാമരൂപ ഗുണ ലീല ഇതായിട്ടുള്ള അസോസിയേഷൻ, ഭഗവാനായിട്ടുള്ള സേവനത്തിലൂടെ, ഭഗവാന്റെ സേവനത്തിലൂടെ അസോസിയേഷൻ, നവവിധ ഭക്തി അല്ലെ? ശ്രവണം, കീർത്തനം, വിഷ്ണുസ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഈ 9 നവവിധ ഭക്തിയിലൂടെ ഭഗവാനെ സേവിച്ച് ഭഗവാന്റെ അസോസിയേഷൻ, ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ള സത്സംഗം. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമ്മളെ ഈ ഭൗതിക തലത്തിൽ നിന്നുള്ള അറ്റാച്ച്മെന്റിന് മാറ്റിയിട്ട് നമ്മളൊരു നല്ല ശുദ്ധ ഭക്തന്റെ തലത്തിലേക്ക് ഉയർത്തി. സച്ച് അസോസിയേഷൻ ഓൾവേസ് ഡിസൈറബിൾ, ഇതാണ് നമുക്ക് ആവശ്യം. ഇറ്റ് ഈസ് വർഷിപ്പബിൾ, ഇറ്റ് ഈസ് പ്രൈസ് വർത്തി ആൻഡ് വൺ മേ അക്സെപ്റ്റ് ഇറ്റ് ആസ് ദ ഹയസ്റ്റ് ഗോൾ ഓഫ് ലൈഫ്. ഇതാണ് നമ്മളുടെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള നമ്മളുടെ ആ ഒരു ലക്ഷ്യം. അല്ലാണ്ട് കുറെ പൈസ ഉണ്ടാക്കുക, പേരും പ്രശസ്തിയും, നല്ല കാറ്, വീടുകള്, ഇതെല്ലാം ക്ഷണികമാണ്, താൽക്കാലികമാണ്, ഇത് നശ്വരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അനശ്വരമായിട്ടുള്ള ആ ഭഗവാന്റെ അസോസിയേഷൻ, ഭഗവാന്റെ ഭക്തന്മാരുടെ അസോസിയേഷൻ വേണ്ടിയിട്ടും ഭക്തിയുത മാർഗത്തിലൂടെ സഞ്ചരിച്ച് ആ ഹയസ്റ്റ് ഗോൾ ഓഫ് ലൈഫിലേക്ക് നമ്മൾ എത്താൻ ശ്രമിക്കണം എന്നാണ് പറയുന്നത്. ടെക്സ്റ്റ് 14. കോ നാമ തൃപ്യേത് രസവിത് കഥായാം മഹത്തമൈകാന്ത പരായണസ്യ നാന്തം ഗുണാനാം അഗുണസ്യ ജഗ്മോർ യോഗേശ്വരായേ ഭവപാദ്മമുഖ്യ. കോ നാമ തൃപ്യേത് രസവിത് കഥായാം മഹത്തമൈകാന്ത പരായണസ്യ നാന്തം ഗുണാനാം അഗുണസ്യ ജഗ്മോർ യോഗേശ്വരായേ ഭവപാദ്മമുഖ്യേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമോ ഭഗവതി വാസുദേവായ. ശ്ലോകം 14. കോ നാമ തൃപ്യേത് രസവിത് കഥായാം മഹത്തമൈകാന്ത പരായണസ്യ നാന്തം ഗുണാനാമ ഗുണസ്യ ജഗ്മോ യോഗേശ്വരായേ ഭവപാദ്മമുഖ്യ. കീർത്തനാൻ ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ കീ ജയ്. വിവർത്തനം. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ ഗോവിന്ദൻ ശ്രേഷ്ഠരായ സകല ജീവാത്മാക്കളുടെയും ഏക ആശ്രയമാണ്. മായാശക്തികളുടെ മഹാചാര്യന്മാരായ ശിവ ബ്രഹ്മദേവന്മാർക്ക് പോലും അദ്ദേഹത്തിന്റെ അതീന്ദ്രിയ ഗുണങ്ങളുടെ വ്യാപ്തി മനസ്സിലാക്കാൻ സാധ്യമായിട്ടില്ല. ഇമ്പമേറിയ പീയൂഷം രസം നുകരുന്നതിൽ നിപുണരായ ആരെങ്കിലും എപ്പോഴെങ്കിലും ഭഗവത് സംബന്ധ വിഷയങ്ങൾ ശ്രവിക്കുന്നതിൽ പൂർണ്ണ സംതൃപ്തരായിട്ടുണ്ടോ? Thank you, Mataji. So the personality of God, Lord Krishna, Govinda, is the exclusive shelter for all great living beings. And his transcendental attributes cannot even be measured by such masters of mystic powers as Lord Shiva and Lord Brahma. Can anyone who is expert in relishing nectar, rasa, ever be fully satiated by hearing topics about him? എന്താണ് പറയുന്നത്? ഭഗവാൻ കൃഷ്ണൻ, ഗോവിന്ദൻ, ആ ഗോവിന്ദനെ, കൃഷ്ണ ഭഗവാനെ എക്സ്ക്ലൂസീവ് ഷെൽട്ടർ പൂർണ്ണമായിട്ടും ആശ്രയിച്ചിട്ടുള്ള ആൾക്കാർ.
and his transcendental attributes. അദ്ദേഹത്തിന്റെ വിശേഷമായിട്ടുള്ള അട്രിബ്യൂട്ട്സ് അതിനെ എന്തിനോട് മെഷർ ചെയ്യാൻ പറ്റില്ല. cannot even be measured by such masters of mystics powers as Lord Shiva and Lord ശിവ ഭഗവാനും ബ്രഹ്മാവിനും അവരൊന്നും സാധാരണ വ്യക്തികളല്ല. ഭഗവാൻ തന്നെ ഡയറക്റ്റ് എംപവേർഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. മിസ്റ്റിക് യോഗീസ് ആണ് അവരൊക്കെ. അവർക്ക് ഒരുപാട് ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ ഒരുപാട് മിസ്റ്റിക് പവേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈവൻ അവർക്ക് കൂടി മെഷർ ചെയ്യാൻ പറ്റില്ല ഭഗവാന്റെ ഈ അതായത് ഭഗവാനെ പൂർണ്ണമായിട്ടും ആശ്രയിച്ചിട്ടുള്ള ആൾക്കാരുടെ ഭക്തന്മാരുടെ ഒരു സ്റ്റേജ്, ഒരു സ്റ്റാറ്റസ് ഈവൻ അവർക്കും കൂടിയും അനുമാനിക്കാൻ പറ്റില്ല. ആർക്ക്? ഈവൻ ലോർഡ് ശിവ ഓർ ലോർഡ് ബ്രഹ്മ. അപ്പൊ അത്രയും ഉയർന്ന തലത്തിലാണ് ശുദ്ധഭക്തന്മാർ. ക്യാൻ എനിവൺ ഹു ഇസ് എക്സ്പേർട്ട് in relishing nectar ever be fully satiated by hearing topics? അതായത് ഭഗവാന്റെ ആ രസാസ്വാദനം ചെയ്തിട്ടുള്ള ആൾക്കാര്. വ്യത്യസ്തമായിട്ടുള്ള രസങ്ങളുണ്ട്, മെലോസ് ഉണ്ട് അല്ലെ? എന്താണ് വ്യത്യസ്തമായിട്ടുള്ള രസങ്ങൾ? ശാന്തരസ, ദാസ്യരസ, സഖ്യരസ, വാത്സല്യരസ, മാധുര്യ. അപ്പൊ ഈ രസം അനുഭവിച്ചിട്ടുള്ള ഡിവോട്ടീസ് ഒരിക്കലെങ്കിലും അവർക്ക് ഇത് മടുത്തു എന്ന് പറയൂ? ഒരിക്കലും ഇല്ല. അപ്പൊ എത്രത്തോളം നമ്മൾ ആസ്വദിക്കുന്നു സ്പിരിച്വലി, ആധ്യാത്മിക തലത്തില്, അത്രത്തോളം വീണ്ടും വീണ്ടും ആസ്വദിക്കാനുള്ള ആഗ്രഹം അത് ഉയർന്നുകൊണ്ടേയിരുന്നു. പലതവണ നമ്മൾ ചർച്ച ചെയ്താണ്. ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങളെല്ലാം നമ്മളത് ആസ്വദിക്കും തോറും അതിൻ്റെ ടേസ്റ്റ് കുറഞ്ഞു കുറഞ്ഞു വരും. ഓക്കെ, മടുക്കും നമുക്ക്. നമ്മൾ ഈവൻ പ്രസാദം ഭക്ഷണം നമുക്ക് തരാണ് ഒരു വ്യക്തി, എത്ര കഴിക്കാൻ പറ്റും? വളരെ ഇഷ്ടപ്പെട്ടുള്ള ഒരു ഡിഷാണ്, സ്വീറ്റ് ആയിരിക്കും. ഓക്കെ, ഒരു പ്ലേറ്റ് കടന്നു, 2 പ്ലേറ്റ് കടന്നു, 3 പ്ലേറ്റ്, അത് കഴിച്ചാൽ പിന്നെ മതി എന്ന് പറയില്ലേ? പക്ഷെ ഭഗവാന്റെ നെക്ടർ അങ്ങനെയല്ല. ഭഗവാന്റെ അതേപോലെ ഭക്തന്മാരുടെയും ആ ഒരു അസോസിയേഷനിൽ കിട്ടുന്ന ആ ഒരു രസാസ്വാദനം, അത് ദാസ്യഭാവമായിക്കോട്ടെ, സഖ്യഭാവമായിക്കോട്ടെ, വാത്സല്യഭാവമായിക്കോട്ടെ, അല്ലെങ്കിൽ മാധുര്യം, ഏത് ഭാവത്തിലുള്ള ആ ഒരു രസാസ്വാദനം നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങിയാൽ അതൊരിക്കലും നമുക്ക് മടുപ്പ് വരില്ല. വീണ്ടും വീണ്ടും അത് ഇനിയും ആസ്വദിക്കണം എന്നാണ്. അതുകൊണ്ടാണ് ലോകത്തിലെ കാര്യങ്ങളെല്ലാം അത് നശിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ആസ്വദിക്കും തോറും അതിൻ്റെ ആസ്വാദനം കുറഞ്ഞുകൊണ്ടേയിരിക്കും. ആധ്യാത്മിക ലോകത്തിലെ അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. രണ്ടും ടു എക്സ്ട്രീം എൻഡാണ്. അതാണ് ആനന്ദാംബുതി വർധനം. ഈ ആനന്ദം അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഭഗവാനും ഭഗവാന്റെ ഭക്തന്മാരെയും തമ്മിലുള്ള ആ ഒരു അസോസിയേഷനിലൂടെ നമുക്ക് കിട്ടുന്ന ഡിഫറെന്റ് രസങ്ങൾ, നമ്മുടെ ആധ്യാത്മിക തലത്തിലുള്ള ആ മെലോസ്, അത് നമ്മൾ എത്ര കിട്ടിയാലും നമുക്ക് മതി വരില്ല. അതാണ് പറഞ്ഞത്, എക്സ്പേർട്ട് ഇൻ ഡെലിഷിംഗ് നെക്ടർ രസ എവർ ബി ഫുള്ളി സാറ്റിയേറ്റഡ്. ഒരിക്കലും പൂർണ്ണമായിട്ടും നമുക്കതൊരു കിട്ടില്ല. ഇനിയും കിട്ടണം, കിട്ടുന്നതോറും വേണം വേണം വേണമെന്ന് പറയും. മറ്റത് കൂടുതൽ കിട്ടുന്നവരും മതി 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 പറയും. മിക്ക സാധനങ്ങളും പണം മാത്രം, എത്ര കിട്ടിയാലും വേണം. പക്ഷെ അതുകൊണ്ട് അത്രയും ബുദ്ധിമുട്ടും വരും. എത്ര കൂടുതൽ നമ്മൾ പണം സമ്പാദിക്കുന്നു അത്രയും റിസ്ക്കും അത്രയും ഡേഞ്ചറസ് സിറ്റുവേഷനിൽ കൂടെ നമ്മൾ കടന്നിട്ടുണ്ട്. വേറെ എല്ലാം കുറച്ച് കഴിഞ്ഞാൽ മടുപ്പ് വരും. ഇത് മാത്രം മടുക്കാത്തൊരു കാര്യമാണ് ഭക്തി. കാരണം ഭക്തി കൂടുകയാണ്, ആനന്ദം കൂടുകയാണ്, മറ്റത് ആനന്ദം കുറയുകയാണ്. അതാണ് വ്യത്യാസം. ഭൗതിക തലത്തിലുള്ള ആസ്വാദനം അത് കുറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ ആസ്വദിക്കും തോറും. ആധ്യാത്മിക തലത്തിലെ ആനന്ദം ആസ്വദിക്കും തോറും അത് കൂടിക്കൊണ്ടിരിക്കും. ഇതൊറ്റ വ്യത്യാസം മനസ്സിലാക്കിയാൽ മതി. ലോർഡ് ശിവ ആൻഡ് ലോർഡ് ബ്രഹ്മ ആർ 2 ചീഫ്സ് ഓഫ് ദ ഡെമിഗോഡ്സ്. ദ ഫുൾ ഓഫ് മിസ്റ്റിക് പവേഴ്സ്. അവരുടെ സിദ്ധി വേറെ ആർക്കും ഇല്ല. എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും അവർക്ക്. For example, Lord Shiva drank an ocean of poison, of which 1 drop was sufficient to kill an ordinary living being. Similarly, Brahma could create many powerful demigods, including Lord Shiva. So they are Ishwaras, or lords of the universe, but they are not the supreme powerful. Supreme powerful is Govinda, Lord Krishna. He is the transcendence, and his transcendent attributes cannot be measured by such
powerful Ishwaras as Shiva and Brahma. അപ്പോൾ ഭഗവാൻ കൃഷ്ണന്റെ ആട്രിബ്യൂട്ട്സ്, ട്രാൻസെൻഡൽ ആട്രിബ്യൂട്ട്സ്, അത് ഈവൻ ശിവഭഗവാനും ബ്രഹ്മാവിനും കൂടി അളക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. അത്രയാണ്. അപ്പോൾ അത് നമുക്ക് ആ ഒരു ടേസ്റ്റ്, ആ ഒരു മെലോ, ആ ഒരു രസം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മളുടെ ആസ്വാദനം എന്താണ്, ഈ താൽക്കാലികമായിട്ടുള്ള ആ ഒരു ആസ്വാദനത്തിലാണ് നമ്മുടെ അറ്റാച്ച്മെന്റ്. കാരണം ഒരു ഹയർ ടേസ്റ്റ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഈ ഭൗതിക ലോകത്തിലെ മെറ്റീരിയൽ എൻജോയ്മെന്റ് ആണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആസ്വാദനം. അത് ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ചപ്പല സുഖം, ഫ്ലിക്കറിങ് ഹാപ്പിനെസ്. ചപ്പല സുഖം അല്ലേ? എന്താണ് അതായത് ഒരുപാട് ദുഃഖങ്ങളുടെ സമയത്ത് ചെറിയൊരു സാന്ത്വനം കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു സുഖം. ഒരുപാട് കയ്പുള്ള സാധനങ്ങൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരു തുള്ളി ഹണി നമുക്ക് കിട്ടുമ്പോൾ എന്തൊരു ടേസ്റ്റ് ആയിരിക്കും, ഒരു ഷുഗറോ എന്തെങ്കിലും കിട്ടുമ്പോൾ. അതേപോലെ ഈ ഒരുപാട് മിസറീസിന്റെ ഇടയിൽ ഒരു ചെറിയൊരു സന്തോഷം കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു ആസ്വാദനം ഇല്ലേ, ഒരു സന്തോഷം, അതിന് ചപ്പല സുഖം, ഫ്ലിക്കറിങ് ഹാപ്പിനെസ്. പക്ഷെ ഭഗവാനും ഭഗവാന്റെ ഭക്തനും ആയിട്ടുള്ള ആ സമ്പർക്കത്തിൽ നമുക്ക് കിട്ടുന്നത് അത് ആനന്ദാംബുതി വർധനമാണ്. അത് കൂടിക്കൊണ്ടേയിരിക്കും, ഒരിക്കലും കുറയില്ല. അപ്പൊ ആ സുപ്രീം പവർഫുൾ ഗോവിന്ദ ലോർഡ് കൃഷ്ണ. ഹീസ് ദ ട്രാൻസെൻഡൻസ്, അതീന്ദ്രമായിട്ടുള്ള അവസ്ഥയിലാണ്. ആൻഡ് ഹിസ് ട്രാൻസെൻഡന്റ് ആട്രിബ്യൂട്ട്സ് cannot be measured even by such powerful Ishwaras as Shiva and Brahma. Therefore, Lord Krishna is the exclusive shelter of the greatest of all living beings. അതുകൊണ്ടാണ് ഭഗവാൻ ഭഗവത്ഗീത പറയുന്നത്, നിങ്ങൾ ഈ താൽക്കാലികമായി കിട്ടുന്ന ആ സുഖത്തിന്റെ പിന്നാലെ പോവാതിരിക്കുക. ശാശ്വതമായിട്ട് കിട്ടുന്ന അനശ്വരമായിട്ടുള്ള ആ സുഖത്തിന്റെ പിന്നാലെ പോകണം. അപ്പൊ അത് ഒരു ചെറിയൊരു ഡ്രോപ്പ് കിട്ടിയാൽ മതി. ആ ഒരു ഡ്രോപ്പ് നമുക്ക് ഒരു സാഗരം പോലെ കിട്ടുന്ന ഭൗതിക സുഖത്തിന് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എ ഡ്രോപ്പ് ഓഫ് transcendental happiness cannot be compared to an ocean of material happiness. A drop of transcendental happiness cannot be compared to an ocean of material happiness. So therefore, Lord Krishna is the exclusive shelter of the greatest of all beings. അതാണ് ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിലെ അവസാനം കൺക്ലൂഡിംഗ് ചാപ്റ്ററിൽ പറയുന്നത്, സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. അപ്പൊ എന്നെ മാത്രം ശരണം പ്രാപിച്ചാലാണ് നിങ്ങളിന്ന് ഇതിന്ന് കരകയറാൻ പറ്റുള്ളൂ. ഈ ടെമ്പററി വേൾഡ് ആയിട്ടുള്ള ടെമ്പററി ഹാപ്പിനെസ്, ഈ മായാജാലത്തുനിന്ന്. ആക്ച്വലി മായ നമ്മളിവിടെ കൊടുക്കുക ചെയ്യുന്നത്. കുട്ടികൾക്ക് ലോലിപോപ്പ് കാണിച്ചിട്ട് നമ്മൾ ഇതാക്കുന്നില്ലേ, ലോപിപ്പിക്കുന്നില്ലേ, പ്രലോഭിപ്പിക്കുന്നില്ലേ? അതേപോലെയാണ് മായാദേവി. ഈ ടെമ്പററി ഹാപ്പിനെസ്സിൽ നമ്മൾ കൊടുക്കുക ചെയ്യുന്നത്. അപ്പൊ അതിന്ന് നമ്മൾ കരകയറണമെങ്കിൽ ഭഗവാനോ ഭഗവാന്റെ ഭക്തന്മാരോ നമ്മൾ ആ ഒരു സമ്പർക്കത്തിൽ വരണം, ആ ഒരു അസോസിയേഷൻ വരണം. അപ്പോൾ മാത്രമേ ഈ ഹയർ ടെസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. Therefore, Lord Krishna is the exclusive shelter of the greatest of all living beings. Brahma is counted amongst the living beings, but he is the greatest of all of us. Bhagavan Krishna, എല്ലാ ഷെൽട്ടർ ഓഫ് ഓൾ ലിവിങ് ബീങ്സ്, എല്ലാവരുടെയും, എല്ലാ ജീവജാലങ്ങളുടെയും അൾട്ടിമേറ്റ് ഷെൽട്ടർ. ബ്രഹ്മാവ് ആരാണ്? Counted amongst the living beings, but he is the greatest of, chief of the living beings. Chief of living beings. Krishnan, shelter of all living beings. Brahma, chief of all living beings. And why is the greatest of all the living beings so much attached to the transcendental topics of Lord Krishna? ചോദ്യം, എന്തുകൊണ്ടാണ് ഈവൻ ബ്രഹ്മാവും എല്ലാ ജീവാത്മാക്കളുടെയും ടോപ്പിലാണ്? ഈവൻ അദ്ദേഹം കൂടി ആകർഷിക്കപ്പെടുകയാണ് ആരുടെ? ഭഗവാന്റെ ഭക്തിയിൽ. So much attached to the transcendental topics of Lord Krishna. Even that greatest living being, chief of living being, is attracted to the topics of Lord Krishna because he is the reservoir of all enjoyment. ആര്? ഭഗവാൻ കൃഷ്ണൻ അല്ലേ?
എന്താണ് പറയുന്നത്? നമ്മളുടെ ഈവൻ മഹാമന്ത്രത്തിലും ഹരേ കൃഷ്ണ ഹരേ രാമ, രാമ എന്ന് പറഞ്ഞാൽ റിസർവയർ ഓഫ് ഓൾ എൻജോയ്മെന്റ് പ്ലഷേഴ്സ്. കൃഷ്ണ പറഞ്ഞാൽ വൺ ഹു അട്രാക്ട്സ് എവ്രി വൺ, എല്ലാ ആൾക്കാരെയും അട്രാക്ട് ചെയ്യും. Everyone wants to relish some kind of taste in everything, but one who is engaged in the transcendent loving service of the Lord can derive unlimited pleasure from such engagement. ഒരു നമുക്ക് പറയാൻ പറ്റില്ല എന്താണ് അത്, അനന്തമാണ്. ഭഗവാന്റെ ആ ഭക്തിത സേവനം ചെയ്ത് കിട്ടുന്ന ഒരു ആസ്വാദനത്തിന് ഒരു ലിമിറ്റും ഇല്ല, സീമയില്ല, അൺലിമിറ്റഡ് ആണ്. അത് അൺലിമിറ്റഡ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. നോൺ സ്റ്റോപ്പ് ആണ്. മറ്റത് ലിമിറ്റഡ് ആണ്. ഭൗതിക ലോകത്തിലെ സുഖം ലിമിറ്റഡ് ആണ്, അത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ആധ്യാത്മിക ലോകത്തിലെ അൺലിമിറ്റഡ് ആണ്, എവർ ഇൻക്രീസിങ് ആണ്. അതാണ് വ്യത്യാസം. ദ ലോർഡ് ഈസ് അൺലിമിറ്റഡ് ആൻഡ് ഹിസ് നെയിം, ആട്രിബ്യൂട്ട്സ്, പാസ്റ്റ് ടൈംസ്, entourage, variegatedness, etc. are limited. And those who relish them can do so unlimitedly and still not feel satiated. ഒരിക്കലും നമുക്ക് മതി എന്ന് വരില്ല, വീണ്ടും വീണ്ടും കിട്ടണം. അതിനോട് മറ്റത് വെറുപ്പ് തോന്നും. മതി, ഇനഫ് ഈസ് ഇനഫ്, ഇനി വേണ്ട, മടുത്തു അല്ലെ. ഇവിടെ വീണ്ടും വീണ്ടും ഇനിയും വേണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. ദിസ് ഫാക്ട് ഈസ് കൺഫേംഡ് ഇൻ ദ പത്മപുരാണ. രമന്തെ യോഗിനോനന്തെ സത്യാനന്ദ ചിദാത്മനി ഇതി രാമ പ്രദേനാശോ പരം ബ്രഹ്മാധിഭീയതേ. എന്താ പറയുന്നത്? ദ മിസ്റ്റിക്സ് ഡിറൈവ് അൺലിമിറ്റഡ് ട്രാൻസെൻഡന്റൽ പ്ലഷേഴ്സ് ഫ്രം ദ അബ്സല്യൂട്ട് ട്രൂത്ത്, ആൻഡ് ദെയർഫോർ ദ സുപ്രീം അബ്സല്യൂട്ട് ട്രൂത്ത്, ദ പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഈസ് ഓൾസോ നോൺ ആസ് രാമ. എന്താണ്? അൺലിമിറ്റഡ് ട്രഷറാണ്. ഈസ് ദ ട്രഷർ ഹൗസ് ഓഫ് പ്ലഷേഴ്സ്, റിസർവയർ ഓഫ് പ്ലഷേഴ്സ്. അതാണ് രാമ എന്നുള്ള പേരിന്റെ അർത്ഥം. രമന്തെ എന്താ പറയുന്നത്? യോഗിനോ അനന്തെ, അൺലിമിറ്റഡ്, അങ്ങനെ അനന്തമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലം. സോ ദർ ഇസ് നോ എൻഡ് ടു സച്ച് ട്രാൻസെൻഡന്റ് ഡിസ്കോഴ്സസ്. ഇൻ മണ്ടൈൻ അഫയേഴ്സ് ദർ ഇസ് ദ ലോ ഓഫ് സാറ്റിയേഷൻ. സാറ്റിയേഷൻ പറഞ്ഞാൽ അവിടെ മടുപ്പ് വരും. mundane affairs, ഭൗതിക ലോകത്തിൽ. But in transcendence, there is no such satiation. Sudha Goswami decided to continue the topics of Lord Krishna before the sages of Naimisharanya, and the sages also expressed their readiness to hear from him continuation. അപ്പൊ നൈമിശാരണ്യത്തില് സേജസ് വീണ്ടും വീണ്ടും ഭഗവാന്റെ കൃഷ്ണകഥയെ കേൾക്കാൻ അവർ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്നു. ആൻഡ് സുധ ഗോസ്വാമി ആൾസോ he was so willing, desirous of speaking again and again on the topics of Lord Krishna. വീണ്ടും വീണ്ടും ഭഗവാന്റെ കഥകൾ പറയാനുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ആഗ്രഹം അത് വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. എങ്ങനെ സേജസിന് ഇത് കേൾക്കാനുള്ള ആഗ്രഹം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു, അതേപോലെ തന്നെ രണ്ട് സൈഡിലും ഭഗവാന്റെ കഥകള് കേൾക്കാനും പറയാനുള്ള ആഗ്രഹങ്ങൾ കൂടിക്കൂടി വന്നു. And the sages also express their readiness to hear from him continuously. Since the Lord is transcendence and his attributes are transcendental, such discourses increase the receptive mood of the purified body. എന്താണ്? അവർ ശുദ്ധഭക്തന്മാരാണ്, അതുകൊണ്ടാണ് അവർക്ക് they are never satiated. ഭൗതിക ലോകത്തിലുള്ള ആസ്വാദനം അതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് ധരിച്ച് അതിന്റെ പിന്നാലെ പോകുന്ന ആൾക്കാർക്ക് ഈ ഭഗവത്ഗീത ഒരു ചാപ്റ്റർ വായിച്ചു, ഇനി നാളെ വായിച്ചാൽ മതി, അതിന് ആനന്ദം അവിടെ കണ്ടില്ല. കാരണം അവർക്ക് ഹയർ ടേസ്റ്റ് കിട്ടിയിട്ടില്ല. ലോവർ ടേസ്റ്റിന്റെ പിന്നാലെ തന്നെ നമ്മളെല്ലാം പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ചാൻഡിങ്ങിലും രുചി കിട്ടാത്തത്. 16 മാല എങ്ങനെയെങ്കിലും വെച്ച് ജപിച്ചിട്ട് മതി, കഴിഞ്ഞു, നമ്മളുടെ ഇന്നത്തെ കോട്ട കഴിഞ്ഞു, ഈ നാളെ എല്ലാം ചെല്ലുണ്ടു. അതൊരു ചില ഭക്തന്മാർക്ക് അതൊരു ബേർഡനായിട്ട് തീരും. കാരണം എന്താണ്? അവർക്ക് ഹയർ ടേസ്റ്റിലേക്ക് എത്തിയിട്ടില്ല. ഭഗവാന്റെ ആ കാര്യങ്ങളില്, ഭഗവത് വിഷയങ്ങളില്, നാമരൂപ ഗുണലീലകളിലെ ഒരു ടേസ്റ്റ് കിട്ടാത്തതുകൊണ്ട്. ടേസ്റ്റ് എന്തുകൊണ്ടാണ് കിട്ടാത്തത്? നമ്മളുടെ കൽമശങ്ങൾ ഇപ്പോഴും അത് മാറിയിട്ടില്ല, നശിപ്പിച്ചിട്ടില്ല. അത് ശുദ്ധമായിട്ടുള്ള ജപത്തിലൂടെ മാത്രമേ അതിനെ നശിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ചാൻഡിങ് അറ്റൻറ്റീവ് ആയിരിക്കണം,
ഒഫൻസ്ലെസ് ആയിരിക്കണം. ഇത് രണ്ടും നമ്മൾ ശ്രദ്ധ ചെലുത്തിയാൽ നാമജപം ഒഫൻസ്ലെസ് ആയിരിക്കണം, അപരാധങ്ങളില്ലാതെ ഇരിക്കണം. പിന്നെ നമ്മൾ അറ്റൻറ്റീവ് ആയിട്ട് ചാൻറ്റ് ചെയ്താൽ പതുക്കെ കണ്ട് നമ്മളുടെ അനർത്ഥങ്ങളെല്ലാം മാറും. അനർത്ഥങ്ങൾ മാറിയാൽ തന്നെ നമുക്ക് അർത്ഥത്തിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ അനർത്ഥങ്ങളിലാണ് നമ്മളുടെ ഇൻട്രസ്റ്റ്. അപ്പോൾ ഭഗവാന്റെ കാര്യങ്ങൾക്ക് ശരിക്കും രുചി കിട്ടണമെന്നുണ്ടെങ്കിൽ അനർത്ഥങ്ങൾ മാറണം. അനർത്ഥങ്ങൾ മാറണമെങ്കിൽ നമ്മൾ നാമജപം, ശുദ്ധമായിട്ടുള്ള നാമജപം വളരെ കെയർഫുള്ളായിട്ട് അറ്റൻറ്റീവായിട്ട് നമ്മൾ ചാൻറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രോഗ്രസ് വളരെ വിസിബിളായിട്ട് കാണാൻ പറ്റും. ഹരേ കൃഷ്ണ. ടെക്സ്റ്റ് 15 അടുത്ത ക്ലാസ്സിൽ വാഞ്ചാകൽപതരൂപേശ കൃപാസിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय. गो प्रेमानंदे. हरि हरि बोल. हरे कृष्ण.